വെൽക്കം ബാക്ക് ടു റെയിൻബോ ക്ലാസ്സസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 10ാം ക്ലാസ്സിലെ ബയോളജിയിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പാത്ത് ഓഫ് എവല്യൂഷൻ്റെ 5ാമത്തെ പാർട്ടാണ്. ആദ്യത്തെ 4 പാർട്ട് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം മാത്രം ഈ പാർട്ട് കാണാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നമുക്ക് ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് ഹ്യൂമൻ എവല്യൂഷനെ പറ്റിയിട്ടാണ്. അതായത് ഹ്യൂമൻസ് എങ്ങനെയാണ് ഇവോൾവ് ചെയ്തു വന്നത് എന്നതിനെ പറ്റിയിട്ടാണ് നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ടോപ്പിക്കിന് ശേഷം നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്നത് 2 പേരുടെ സംഭാഷണമാണ്. ഒരു ബോയും ഒരു ഗേളും ഇരുന്ന് സംസാരിക്കുന്നതാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അതിൽ ഗേൾ എന്താ പറയുന്നത്? Would sudden evolutionary changes similar to that of virus also occur in the evolution of humans? അതായത് വൈറസുകളുടെ കേസ് നോക്കുകയാണെങ്കിൽ വൈറസുകൾക്ക് പെട്ടെന്നായിരിക്കും എന്ത് നടക്കുന്നുണ്ടാവുക, എവല്യൂഷൻ സംഭവിക്കുന്നുണ്ടാവുക. അതായത് അവരെ നശിപ്പിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന മരുന്നുകൾക്ക് പെട്ടെന്ന് തന്നെ റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവ് അവരുണ്ടാക്കിയെടുത്ത് പുതിയ കപ്പാസിറ്റി ഉള്ള വൈറസുകൾ ഉണ്ടാവാൻ അവർക്ക് പെട്ടെന്ന് പറ്റും. നമ്മളിപ്പോൾ കൊറോണ കാലത്തൊക്കെ കേട്ടിട്ടുള്ള വാർത്തകളായിരിക്കും മ്യൂട്ടേഷൻ സംഭവിച്ചു, വൈറസിന് മ്യൂട്ടേഷൻ സംഭവിച്ചു എന്നൊക്കെ ഉള്ളത്. കാരണം അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന വൈറസിന് കൊടുക്കുന്ന മരുന്നുകളെക്കാളും കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ടുള്ള മരുന്നുകൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ വൈറസുകൾക്ക് വളരെ പെട്ടെന്നായിരിക്കും എന്ത് സംഭവിക്കുന്നുണ്ടാവുക, മ്യൂട്ടേഷൻ സംഭവിക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ എവല്യൂഷൻ സംഭവിക്കുന്നുണ്ടാവുക. പക്ഷേ മനുഷ്യർക്ക് അങ്ങനെയല്ല. മനുഷ്യർ വളരെ പതുക്കെയാണ് എന്ത് സംഭവിക്കുന്നത്, എവല്യൂഷൻ നടക്കുന്നത്. അപ്പോൾ ഇവിടെ കുട്ടി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്: നമ്മുടെ വൈറസുകൾക്ക് നടക്കുന്ന അതേ സ്പീഡിൽ, അതായത് വൈറസുകൾക്ക് എവല്യൂഷൻ നടക്കുന്ന അതേ സ്പീഡിലും മനുഷ്യനും എവല്യൂഷൻ നടക്കുമോ എന്നാണ് കുട്ടി ചോദിക്കുന്നത്. നമ്മുടെ പെൺകുട്ടി ചോദിക്കുന്ന ചോദ്യം അതാണ്. അപ്പോൾ അതിന് ആൻസറായിട്ട് നമ്മുടെ ആൺകുട്ടി കൊടുക്കുന്ന ആൻസർ എന്താ? Virus evolved in very short span of time, but in case of the evolution of humans, I have read that it will take lakhs of years. അതായത് നമ്മുടെ വൈറസുകളുടെ കേസിൽ അവർക്ക് എവല്യൂഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ വളരെ ഷോർട്ട് സ്പാനിൽ അവർക്ക് എവല്യൂഷൻ നടക്കും. പക്ഷേ ഹ്യൂമൻസിൻ്റെ കേസിൽ അങ്ങനെയല്ല, അവർക്ക് ലാക്സ് ഓഫ് ഇയേഴ്സ് എടുക്കും. അതായത് വർഷങ്ങളോളം അവർക്ക് എന്തെടുക്കും, എവല്യൂഷൻ നടക്കാനായിട്ടുള്ള പ്രോസസ്സ്, എവല്യൂഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് മനുഷ്യരുടെ കേസസിൽ വളരെ സമയമെടുത്താണ് നടക്കുക എന്നാണ് ആര് പറയുന്നത്? നമ്മുടെ കുട്ടി പറയുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചിരുന്നാൽ മതി. അപ്പോൾ നമുക്കിനി നമ്മളത് കഴിഞ്ഞിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ള ഒരു പോയിൻ്റാണ്: എവല്യൂഷൻ ഈസ് എ പ്രൊലോങ്ഡ് പ്രോസസ് ദാറ്റ് കണ്ടിന്യൂസ് ഫോർ എ വെരി ലോങ് ടൈം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഹ്യൂമൻ എവല്യൂഷൻ എന്ന് പറയുന്നത്? അതായത് മനുഷ്യൻ ഇങ്ങനെ അഡ്വാൻസ് ആയിട്ടുള്ള ഓർഗാനിസം ആയിട്ട് മാറുന്നത് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ്സാണ്. അതായത് ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട്, അതായത് അങ്ങനെ സ്റ്റോപ്പ് ആവില്ല, അത് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. പിന്നെ അത് വളരെ അധികം സമയമെടുക്കുന്ന പ്രോസസ്സാണ് എന്നാണ് ആര് പറയുന്നത്? നമ്മുടെ ഈ ഒരു പോയിന്റിൽ പറയുന്നത്. നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന ഒരു പോയിന്റാണ്. ദ കോമൺ ആൻസിസ്റ്റർ ഓഫ് മാമൽസ് സച്ച് ആസ് monkey, apes and humans belong to a group of primates. ഇനി നമുക്ക് പറയാനുള്ളത് നമ്മുടെ മാമൽസിൻ്റെ കോമൺ ആൻസിസ്റ്റർ ആയിട്ടുള്ള മാമൽസ് എന്ന് പറയുന്നത് നമ്മളെപ്പോലെ, അതായത് ഹ്യൂമൻസ് ഉൾപ്പെടുന്ന ഗ്രൂപ്പാണ് മാമൽസ് എന്ന് പറയുന്നത്. മാമൽസ് എന്ന് പറയുന്നത് അവർക്ക് അവരുടെ ബോഡീസിൽ ഹെയർസ് ഉണ്ടാവും, അതേപോലെ തന്നെ മാമറി ഗ്ലാൻസ് ഉള്ള, അതായത് ബ്രസ്റ്റ് ഉള്ള ഓർഗാനിസംസ് ആയിരിക്കും. അവർ യങ് വൺസിന്, ബേബീസിന് ബർത്ത് ചെയ്യും. അതായത് മുട്ടയിട്ടിട്ടല്ലായിരിക്കും കുട്ടികളെ വളർത്തുന്നുണ്ടാവുക. ഒവി പാരസ് അല്ല, അവർ വിവി പാരസ്, അതായത് പ്രസവിക്കുകയായിരിക്കും ചെയ്യുക. അങ്ങനെയുള്ള ഗ്രൂപ്പുകളെയാണ് നമ്മൾ മാമൽസ് എന്ന് വിളിക്കുക. അപ്പോൾ മാമൽസിൻ്റെ കോമൺ ആൻസിസ്റ്റേഴ്സ് ആയിട്ടുള്ള മങ്കി, ഏപ്സ്, ഹ്യൂമൻസ്, ഇവരൊക്കെ എന്താണ് മാമൽസ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വരുന്നതാണ്. ഇവർ പ്രൈമേറ്റ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിലാണ് വരുന്നതെന്നാണ് ഈ ഒരു സെൻറ്റൻസ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ വരുന്നതാണ്: എന്താണ് പ്രൈമേറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. അപ്പോൾ പ്രൈമേറ്റ്സ് എന്താണ് എന്നാണ് നമ്മൾ അടുത്തത് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ പ്രൈമേറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ
പ്രൈമേറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമുക്ക് പ്രൈമേറ്റ് എന്താണെന്ന് നോക്കാം. പ്രൈമേറ്റ് എന്ന് പറയുന്നത് അവർക്ക് ലാർജ് ബ്രെയിനുള്ള ബോഡി ആയിരിക്കും. അതായത് അവരുടെ ബോഡി സൈസിനെ അയച്ച് കമ്പയർ ചെയ്യുമ്പോൾ അവർക്ക് ബ്രെയിനിൻ്റെ സൈസ് വളരെ കൂടുതലായിരിക്കും. പിന്നെ മുമ്പിലോട്ട് ഫേസ് ചെയ്തിട്ടുള്ള ഐ ആയിരിക്കും അവരുണ്ടാവുക. പിന്നെ ഇവർ സോഷ്യൽ അനിമൽസ് ആയിരിക്കും. അതായത് ഇവർ ഗ്രൂപ്പായിട്ടായിരിക്കും വളരുന്നുണ്ടാവുക. അതേപോലെ തന്നെ പാരൻ്റൽ കെയോസ്, അതായത് അച്ഛൻ അമ്മ ആ ബന്ധമൊക്കെ ഇവർക്ക് എന്തുണ്ടാവും, പ്രൈമേറ്റ്സ് എന്ന് പറയുന്ന ആൾക്കാരിലുണ്ടാവും. അപ്പോൾ ഈ പ്രൈമേറ്റ്സിൽ വരുന്ന ആൾക്കാരാണ് നമ്മുടെ മങ്കി, ഏപ്സ്, ഹ്യൂമൻസ് എന്നൊക്കെ പറയണത്. ഇത് നമ്മുടെ മാമൽസിൻ്റെ കോമൺ ആൻസിസ്റ്റർ ആണെന്നും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു പോയിന്റിൽ പറയുന്നുണ്ട്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ ഹ്യൂമൻ എവല്യൂഷനെ പറ്റിയിട്ടാണ്. ഹ്യൂമൻ എവല്യൂഷൻ്റെ ഒരു ട്രീ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. നമ്മളെല്ലാവരും പറഞ്ഞു നമ്മളെല്ലാവരും പ്രൈമേറ്റ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിലാണ് വരുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, ഈ പ്രൈമേറ്റിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് ആന്ത്രോപോയിഡിയെ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് വരുന്നുണ്ട്. ആന്ത്രോപോയിഡിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, സെർക്കോപിത്തക്കോയിഡിയെ ആൻഡ് ഹൊമിനിഡെ എന്ന് പറയുന്ന രണ്ട് ഗ്രൂപ്പായിട്ട്. ഈ സെർക്കോപിത്തക്കോയിഡേയും ഹൊമിനോയിഡേക്കും എന്താണ് ഡിഫറൻസ്? ഹൊമിനോയിഡേക്ക് ലാർജ് ബ്രെയിൻ സൈസ് ആയിരിക്കും. അതായത് ബ്രെയിൻ എന്ന് പറയുന്നത് അവരുടെ കപ്പാസിറ്റി കൂടുതലായിരിക്കും. അതേപോലെ തന്നെ അവർക്ക് വാലൊന്നും ഉണ്ടാവില്ല, വിത്തൗട്ട് ടെയിൽ ആയിരിക്കും. പിന്നെ സെർക്കോപിത്തക്കോയിഡ് എന്തായിരിക്കും? ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. സ്മോൾ സൈസ്ഡ് ബ്രെയിൻ ആയിരിക്കും. ബ്രെയിൻ വളരെ ചെറുതായിരിക്കും. പിന്നെ എന്തായിരിക്കും? അവർക്ക് എന്തുണ്ടാവും? ടെയിൽ ഉണ്ടാവും. ഓക്കെ ആണല്ലോ. ഇനി ഹൊമിനോയിഡിയയിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഹ്യൂമൻസ്, അതേപോലെ തന്നെ നമ്മുടെ ചിമ്പാൻസീസ്, ഗൊറില്ല, ഒറാങ്ങൂട്ടാൻ, ഗിബൺ, ഇവരൊക്കെ ആരിൽ വരുന്നതാണ്? ഹൊമിനോയിഡിയയിൽ വരുന്നതാണ്. അതേപോലെ തന്നെ സെർക്കോപിത്തക്കോയിഡയിൽ വരുന്നതാണ് നമ്മുടെ മങ്കി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഹ്യൂമൻ വന്നത് ആരിൽ നിന്നാണ്? നമ്മുടെ ഹൊമിനോയിഡിയ എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ നിന്നാണ് വരുന്നത്. ഇവരുടെ ഒക്കെത്തിൻ്റെയും കോമൺ ആയിട്ടുള്ള ആൻസിസ്റ്റർ ആണ് നമ്മുടെ ആരെന്ന് പറയുന്നത്? പ്രൈമേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഹ്യൂമൻസിന് ഏറ്റവും കൂടുതൽ സിമിലാരിറ്റി ഉള്ളത് ആരായിട്ടാണ്? നമ്മുടെ ചിമ്പാൻസീസൊക്കെ ആയിട്ടാണ് ഏറ്റവും കൂടുതൽ സിമിലാരിറ്റി ഉള്ളത്. മങ്കി ആയിട്ട് എന്തില്ല, വളരെ അധികം സിമിലാരിറ്റീസ് ഒന്നും ഇല്ല. അപ്പോൾ ഈ ഒരു ടേബിൾ നിങ്ങൾ കറക്റ്റായിട്ട്, ടേബിളല്ല ഈ ട്രീ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു വയ്ക്കുക. ചിലപ്പോൾ ഇതിൽ നിന്ന് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗത്തോട്ടേക്ക് പോവാം. അപ്പോൾ ഈ പോർഷൻ എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ്. നമുക്ക് ഇത് ഈ ഭാഗത്തു നിന്ന് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ പോർഷൻ വളരെ കറക്റ്റായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം പഠിക്കാനുള്ള ആൾ നമ്മുടെ പൂർവികനായിട്ടുള്ള ഏറ്റവും ആദ്യം ഫോം ചെയ്തിട്ടുള്ള ആളാണ് ഈ കാണുന്ന ആൾ. ഈ ആളുടെ പേരെന്താ? പേര് കണ്ടിട്ട് പേടിക്കുന്നുണ്ട്. ആളുടെ പേര് സാഫൽ ആന്ത്രോപ്പസ് ചാഡൻസിസ്. എന്താണ്? സാഫൽ ആന്ത്രോപ്പസ് ചാഡൻസിസ്. സ്പെല്ലിംഗ് ഒക്കെ വളരെ കറക്റ്റായിട്ട് എഴുതി പഠിക്കാൻ നോക്കുക. സ്പെല്ലിംഗ് മാറാതിരിക്കാനായിട്ട് നോക്കുക. പഠിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ തോന്നും. പേരൊന്നും കൂടി ഞാൻ പറയാം. സാഫൽ ആന്ത്രോപ്പസ് ചാഡൻസിസ് എന്നാണ് ആളുടെ പേര്. ഓക്കെ, ഇതിൽ ഈ കാണിച്ചിരിക്കുന്ന ഈ ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്നത് ആളുടെ ബ്രെയിൻ കപ്പാസിറ്റി ആണ് കാണിച്ചിരിക്കുന്നത്. അതിൽ 350 cm³ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഈ cm³ നമ്മൾ ക്യൂബിക് സെൻറ്റിമീറ്റർ എന്നാണ് വിളിക്കുക കേട്ടോ. അപ്പോൾ 350 ക്യൂബിക് സെൻറ്റിമീറ്റർ³ ആൾക്ക് എന്തുണ്ടായത്, ആളുടെ ബ്രെയിൻ കപ്പാസിറ്റി ഉള്ളത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലിങ്ക് ഇൻ ദി ഹ്യൂമൻ എവല്യൂഷണറി സീരീസ്, അതായത് മനുഷ്യൻ ഇവോൾവ് ചെയ്ത സീരീസിൻ്റെ ആദ്യത്തെ മനുഷ്യനാണ്, ആദ്യത്തെ ലിങ്കാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ ഈ സിഫാലാന്ത്രോപ്പസ് ചാഡൻസിസ് എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഫോസിൽസ് നമ്മൾ ആഫ്രിക്കയിലെ ചാഡ് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. ആ സ്ഥലത്ത് നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? എക്സ്കവേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള പേരും ഒരു എക്സാമ്പിളും തന്നിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതിൽ നിന്ന് പ്രധാനമായിട്ടുള്ള പോയിന്റ്സ് പഠിക്കുക, ആളുടെ പേര് പഠിക്കാം. പിന്നെ എന്ത് ചെയ്യുക, ആദ്യത്തെ ആളാണ് എന്ന് എഴുതണം. ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഫ്ലോ ചാർട്ടായിട്ട്, അതായത് ഹ്യൂമൻ എവല്യൂഷൻ്റെ ഒരു ഫ്ലോ ചാർട്ട് എഴുതാൻ ചോദിക്കും. അപ്പോൾ ആദ്യം ഉണ്ടായിട്ടുള്ള ആളിനെ പറ്റിയിട്ടാണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്. അത് കഴിഞ്ഞിട്ടുള്ളത് അടുത്ത് എഴുതണം. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി അടുത്ത ആളാണ് നമ്മുടെ ആസ്ട്രലോപിത്തിക്കസ് എന്ന് പറയുന്ന ആൾ. ആസ്ട്രലോപിത്തിക്കസ് ആളുടെ ബ്രെയിൻ കപ്പാസിറ്റി എത്രയാണ്? 450 cm³. കണ്ടോ, ഇവിടെ നോക്കി, 350 cm³ ആയിരുന്നു ആദ്യത്തെ ബ്രെയിൻ കപ്പാസിറ്റി, ആദ്യത്തെ ആളുടെ ബ്രെയിൻ കപ്പാസിറ്റി. അത് കഴിഞ്ഞ് അടുത്ത ആളിലോട്ടേക്ക് വന്നപ്പോൾ ബ്രെയിൻ കപ്പാസിറ്റി കൂടി, 450 cm³. അപ്പോഴാണ് എവല്യൂഷൻ സംഭവിച്ചതെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. കാരണം
ആദ്യം ഉണ്ടായ ആളിൽ നിന്ന് കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ആളുണ്ടായാൽ മാത്രമാണ് നമുക്ക് എവല്യൂഷൻ സംഭവിച്ചിട്ടുള്ളൂ എന്ന് മനസ്സിലാവുക. അപ്പോൾ ആളുടെ ബ്രെയിൻ കപ്പാസിറ്റി എന്തായി? 450 cm³ ആളുടെ ബ്രെയിൻ കപ്പാസിറ്റി. ആളുടെ പേരെന്താ? ആസ്ട്രലോപിത്തക്കസ്. ഓക്കെ, ഈ ആളുടെ ആസ്ട്രലോപിത്തക്കസിൻ്റെ കംപ്ലീറ്റ് ഫോസിൽസ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ആഫ്രിക്ക എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ്. ആഫ്രിക്ക എന്നാണ് നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളത്? ഇതിൻ്റെ ഫോസിൽസ് കിട്ടിയിട്ടുള്ളത്. ഇദ്ദേഹത്തിൻ്റെ സ്കെലട്ടൺ സ്ട്രക്ചേഴ്സ് കണ്ടുപിടിച്ചപ്പോൾ, അതായത് നമുക്ക് ആ ഭാഗത്തു നിന്ന് എന്താണ് ഫോസിൽസ് കിട്ടും. അപ്പോൾ ഫോസിൽസിൻ്റെ സ്കെലട്ടൺ സ്ട്രക്ചേഴ്സ് കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് അത് ബൈപെഡലിസം ഉണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റി. ബൈപെഡലിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാല് 2 എണ്ണം ഉണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ 2 കാലുള്ള ഓർഗാനിസംസ് ആണ് ഈ ആസ്ട്രലോപിത്തക്കസ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? അദ്ദേഹത്തിൻ്റെ സ്കെലട്ടൽ എവിഡൻസ് എന്ന് കണ്ടുപിടിച്ചതെന്ന് മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ രണ്ടാമത്തെ ആളുടെ പേര് മനസ്സിലായല്ലോ, എന്താണ് പേര്? ആസ്ട്രലോപിത്തക്കസ്. ഇനി അടുത്തതാണ് നമ്മുടെ ഹോമോ ഹാബിൽസ്. ഹോമോ ഹാബിൽസ് ആളുടെ ബ്രെയിൻ കപ്പാസിറ്റി എത്രയാണ്? 600 cm³ ക്യൂബിക് സെൻറ്റിമീറ്റർ ക്യൂബാണുള്ളത്. ഇദ്ദേഹത്തിൻ്റെ ഫോസിൽസ് കിട്ടിയിട്ടുള്ളത് ആഫ്രിക്കയിൽ നിന്നാണ്. ലാർജ് സ്കൾ, വളരെ വലിയ ആയിട്ടുള്ള സ്കല്ലാണുള്ളത്. പിന്നെ മെയ്ഡ് ടൂൾസ് വിത്ത് സ്റ്റോൺസ് യൂസിങ് ഹാൻഡ്, അതായത് കല്ലുകൊണ്ട് എന്തുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു? ഓരോ ഉപകരണങ്ങൾ, ഓരോ ടൂൾസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചെറിയ ചെറിയ ഗ്രൂപ്പായിട്ടാണ്, അതായത് ഗ്രൂപ്പായിട്ടാണ് ഇവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? ജീവിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഹണ്ടിങ് നടത്തിയിട്ടുണ്ടായിരുന്നു. ഹണ്ടിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേട്ടയാടിയിട്ട് മൃഗങ്ങളെ കൊന്ന് അതുവരെ ഭക്ഷണമാക്കുന്നതിനെയാണ് നമ്മൾ ഹണ്ടിങ് എന്ന് വിളിക്കുക. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? നടത്തിയിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അടുത്ത ആളാണ് നമ്മുടെ മൂന്നാമത്തെ ആൾ നമ്മൾ പഠിച്ചു അല്ലേ. ഇനി അടുത്ത ആളാണ് നമ്മുടെ ഹോമോ ഇറക്റ്റേഴ്സ്. ഹോമോ ഇറക്റ്റേഴ്സിൻ്റെ ബ്രെയിൻ കപ്പാസിറ്റി നോക്കിക്കഴിഞ്ഞാൽ 900 ക്യൂബിക് സെൻറ്റിമീറ്റർ ക്യൂബാണ്. ഹോമോ ഇറക്റ്റേഴ്സിൻ്റെ ഫോസിൽസ് കിട്ടിയിട്ടുള്ളത് ആഫ്രിക്കയിൽ നിന്ന്, ഏഷ്യയിൽ നിന്ന്, പിന്നെ ഇവിടെ നിന്ന് യൂറോപ്പിൽ നിന്നൊക്കെ കിട്ടിയിട്ടുണ്ട്. ദേ വർ ഏബിൾ ടു വാക്ക് അപ്രൈറ്റ് ഓൺ 2 legs, അതായത് ഇവർക്ക് 2 കാലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്ക് അപ്രൈറ്റ് ആയിട്ട്, അതായത് നിവർന്ന് നിന്നുകൊണ്ട് നടക്കാനുള്ള കഴിവ് ഇവർക്കുണ്ടായിരുന്നു. ഓക്കെ ആണല്ലോ. ദേ ലാർജ് ഫോർഹെഡ്, അതായത് ഇവരുടെ ഹെഡ് എന്ന് പറയുന്നത്, ഫോർഹെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഭാഗം, ഈ കാണിച്ചിരിക്കുന്നില്ല, ഇതാണ് ഫോർഹെഡ്. ഈ ഫോർഹെഡ് എന്താണ്? വളരെ വലുതാണ്. പിന്നെന്താ? ഒമിനോവോറസ് ആണ്. ഒമിനോവോറസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ്, അതായത് വെജിറ്റബിൾസും കിട്ടും, വെജിറ്റബിൾസും കഴിക്കും, അതേപോലെ തന്നെ നോൺ വെജും കഴിക്കും. രണ്ടും കഴിക്കുന്നവരെയാണ് നമ്മൾ ഒമിനോവോറസ് എന്ന് വിളിക്കുക. അതുകൊണ്ട് ഇവർ ഒമിനോവോറസ് ആണ്. പിന്നെ സ്റ്റോൺ വെപ്പൺ ഫോർ ഹണ്ടിങ്, അതായത് കല്ലുകൊണ്ട് ഉപയോഗിച്ചിട്ടുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ട് ഇവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഹണ്ടിങ് നടത്തിയിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ 4 പേരുടെ പേര് നമ്മൾ പഠിച്ചു. അവരുടെ അവരുടെ ബ്രെയിൻ കപ്പാസിറ്റിയും അവരുടെ ഫീച്ചേഴ്സും എന്താണെന്ന് പഠിച്ചു. ആദ്യത്തെ ആളാണ് സഫാലാന്ത്രോപ്പസ് ടാഡൻസിസ്, രണ്ടാമത്തെ ആളാണ് ആസ്ട്രലോപിത്തിക്കസ്, മൂന്നാമത്തെ ആൾ ഹോമോ ഹാബിൽസ്, നാലാമത്തെ ആൾ ഹോമോ ഇറക്റ്റസ്. അപ്പോൾ ഇവരുടെ ഫോസിൽസ് എവിടെ നിന്നൊക്കെയാണ് കിട്ടിയത്, പിന്നെ അവരുടെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് കുറച്ചുണ്ട്, അതും എന്ത് ചെയ്യുക? പഠിക്കാം. പിന്നെ അവരുടെ ബ്രെയിൻ കപ്പാസിറ്റി പഠിക്കാം. ഇനി നമുക്ക് 4 പഠിക്കാനുള്ളത്, അതും കൂടി പഠിക്കാം. അടുത്തതാണ് ഹോമോ നിയാണ്ടർത്താലൻസിസ്. അത് എന്ന് പറയുന്നത് നമ്മുടെ മോഡേൺ മാനിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരാളാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ നിയാണ്ടർത്താലൻസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ കണ്ടംപററിസ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ കണ്ടംപററീസ് എന്ന് പറയുന്നുണ്ട്. ഈ കണ്ടംപററീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും സമകാലികനെയാണ് നമ്മൾ ഏറ്റവും പറയുന്നത് കണ്ടംപററീസ് എന്ന് വിളിക്കുക. അതായത് മോഡേൺ മാനിനോട്, അതായത് നമ്മളിപ്പോൾ കാണുന്ന മോഡേൺ മാനിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു ഗ്രൂപ്പാണ് എന്തെന്ന് പറയുന്നത്? ഹോമോ നിയാണ്ടർത്താലൻസിസ് എന്ന് പറയുന്നത്. ആളുടെ ബ്രെയിൻ കപ്പാസിറ്റി എന്താ? 1450 ക്യൂബിക് സെൻറ്റിമീറ്റർ ക്യൂബാണ്. നമുക്ക് മനസ്സിലായില്ലേ? ആദ്യം 900 ആയിരുന്നു. ഇതിന് തൊട്ട് മുമ്പുള്ള ആൾ ആരായിരുന്നു? ഇതിന് തൊട്ട് മുമ്പുള്ള ആൾ ഹോമോ ഇറക്റ്റസ് ആയിരുന്നു. ഹോമോ ഇറക്റ്റസിൻ്റെ ബ്രെയിൻ കപ്പാസിറ്റി 900 ക്യൂബിക് സെൻറ്റിമീറ്റർ ക്യൂബായിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ ഹോമോ നിയാണ്ടർത്താലൻസിസ് ആയപ്പോൾ 1450 ക്യൂബിക് സെൻറ്റിമീറ്റർ ക്യൂബായി, അതായത് ബ്രെയിൻ കപ്പാസിറ്റി കൂടി. ഓക്കെ, ദ ഫോസിൽസ് ഹാസ് ബി ഫൗണ്ട് ജർമ്മനിയിൽ നിന്നാണ് ഇതിൻ്റെ ഫോസിൽസ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. പിന്നെന്താ? ഇവർക്ക് ചെറിയ സ്ലോപ്പിംഗ് ഫോർഹെഡ് ആണുള്ളത്. അതായത് നമ്മൾ ഇയാളുടെ ഇത് നോക്കിക്കഴിഞ്ഞാൽ, ഫോർഹെഡ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ചെറുതാണ്.
ചെറുതാണ്. പിന്നെ എന്താ, ചെറുതായിട്ട് സ്ലോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെരിവുള്ള ഫോർഹെഡാണ് നമുക്ക് കാണാൻ പറ്റുക. ചെരിവുള്ള ഉണ്ടാവും. ഇവിടെ കണ്ടു കഴിഞ്ഞാൽ ഈ ഫിഗറിൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, ചെറുതായിട്ടൊന്ന് ചെരിവുള്ള പോലത്തെ നമുക്ക് തോന്നുന്നുണ്ട് ഈ ഫിഗറിൽ. ആ ചെരിവുള്ള പോലത്തെ ഫോർഹെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റി എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ, നമ്മുടെ നെറ്റി. ചെരിവുള്ള ഒരു ഫോർഹെഡാണ് കാണുന്നത്. പിന്നെ തിക്ക് ഐബ്രോസ് ആണുള്ളത്. നമ്മുടെ ഐബ്രോസ് എന്താണ്, തിക്കാണ്. പിന്നെന്താണ്, ബറീഡ് ഹെഡ് ബോഡീസ്. അവർ ഡെഡ് ബോഡീസൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കത്തിക്കുന്ന സ്വഭാവമൊക്കെ ഇവർക്ക് എന്തുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇനി നമ്മുടെ ഏറ്റവും അവസാനത്തെ ആളാണ് നമ്മുടെ ഹോമോസാപ്പിയൻസ്. ഹോമോസാപ്പിയൻസിനെയാണ് നമ്മൾ ആരെന്ന് വിളിക്കുന്നത്, മോഡേൺ മാൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മുടെ മോഡേൺ മാൻ ആരാണ്, നമ്മുടെ സാപ്പിയൻസ് ആണ്. അപ്പോൾ ഹോമോസാപ്പിയൻസ് ആണ് മോഡേൺ മാൻ. ദേ അക്വയർ ടെക്നോളജി ആൻഡ് അഗ്രികൾച്ചർ മെത്തേഡ്. അതായത് അവർക്ക് ടെക്നോളജീസ് അറിയാം, പിന്നെ അഗ്രികൾച്ചർ മെത്തേഡ്സ് ഒക്കെ അറിയാം. ദേ ഡൊമസ്റ്റിക്കേറ്റഡ് അനിമൽസ് ആൻഡ് ബിൽഡ് സിറ്റീസ്. അതായത് ഡൊമസ്റ്റിക്കേറ്റഡ് അനിമൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡൊമസ്റ്റിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അനിമൽസിനെ വളർത്തുകയും പിന്നെ അവർ സിറ്റീസൊക്കെ ബിൽഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് അർത്ഥം. അതാണ് ഡൊമസ്റ്റിക്കേറ്റഡ് അനിമൽസ് എന്ന് ഉദ്ദേശിക്കുന്നത്, അതാണ്. ദേ ആർ കൾച്ചറലി ദ മോസ്റ്റ് ഇവോൾവ്ഡ് കാറ്റഗറി. അപ്പോൾ നമ്മൾ ഏറ്റവും ഇവോൾവ് ആയിട്ടുള്ള, മനുഷ്യരിലെ ഏറ്റവും ഇവോൾവ് ആയിട്ടുള്ള കാറ്റഗറി എന്ന് പറയുന്നത് നമ്മുടെ ആരാണ്, ഹോമോസാപ്പിയൻസ് ആണ്. ഹോമോസാപ്പിയൻസിൻ്റെ ബ്രെയിൻ കപ്പാസിറ്റി നോക്കിയേ, എത്രയാണ് ഹോമോസാപ്പിയൻസിൻ്റെ ബ്രെയിൻ കപ്പാസിറ്റി, 1350 ക്യൂബിക് സെൻറ്റിമീറ്റർ ക്യൂബാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ പ്രധാനമായിട്ട് നമുക്ക് ഈ പാർട്ടിൽ പ്രധാനമായിട്ട് പഠിക്കാനുള്ളത് നമ്മുടെ ഹ്യൂമൻ എവല്യൂഷൻ്റെ ഈ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സും കാര്യങ്ങളും ഒക്കെ പഠിക്കാം. അതിൻ്റെ ബ്രെയിൻ കപ്പാസിറ്റിയും ഓരോ ഈ കാര്യങ്ങളും നല്ല വൃത്തിക്ക് പഠിക്കുക. പിന്നെ നമ്മുടെ ഹ്യൂമൻ എവല്യൂഷൻ ട്രീനെ പറ്റി പഠിക്കുക. ഇതിൽ ചിലപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ഡാഷ് ഇട്ട് തന്നിട്ട് അത് ഏതാണെന്നൊക്കെ ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ പ്രധാനമായിട്ട് ആ പോയിൻറ്റ്സുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്ന് ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും പഠിക്കേണ്ടത് നമ്മൾ ലാസ്റ്റ് എടുത്ത ഈ ഒരു പോർഷനാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട്. തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത പാർട്ട് മുതൽ ഈ ഒരു ചാപ്റ്ററിൻ്റെ ഇത് തന്നെ മാറാണ്. ഈ ചാപ്റ്റർ വേറൊരു മേഖലയിലേക്ക് കടക്കാണ്. ഇത്രയും നേരം നമ്മൾ എവല്യൂഷനാണ് പഠിച്ചതെങ്കിൽ അത് ശേഷം നമ്മൾ ഹ്യൂമൻസിൻ്റെ നെർവസ് സിസ്റ്റം അങ്ങനത്തെ ഓരോ കാര്യങ്ങളെ പറ്റിയിട്ട് പഠിക്കുകയാണ്. അതായത് കുറച്ചും കൂടി ബയോളജി പരമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ അടുത്ത ചാപ്റ്റർ മുതൽ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എവല്യൂഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കല്ല ഇനി നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ അടുത്ത പാർട്ടിൽ പഠിക്കാനായിട്ട് ഉള്ളത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത പാർട്ടിൽ കാണാം. അപ്പോൾ ചാനൽ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താൻ. താങ്ക് യു.